ഈ സീസണിലെ ISL ഫൈനലിൽ മോഹൻ ബഗാൻ ബാംഗ്ലൂരു FC നേരിടുമ്പോൾ നിർണായകമാകും ഈ പോരാട്ടം. മോഹൻ ബഗാന്റെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ശരാശരി ഒരു മത്സരത്തിൽ 10 ടച്ച് എടുക്കുന്ന ജെമി മക്ലാരനാണ്. എന്നാൽ അതിൽ 30% ടച്ച് എടുക്കുന്നത് എതിരാളികളുടെ ബോക്സിലാണ്. അത് തടയാനാവും ബാംഗ്ലൂരു FCയുടെ ഡിഫൻഡർ രാഹുൽ ബേക്കയുടെ ശ്രമം. ഈ സീസണിൽ ഏറ്റവും അധികം ക്ലിയറൻസ് നടത്തിയ ഇന്ത്യൻ താരമാണ് രാഹുൽ ബേക്കെ. സെമി ഫൈനലിൽ പരിക്ക് മൂലം പിന്മാറേണ്ടി വന്ന സുരേഷ് വാങ്ജാമിന്റെ അഭാവത്തിൽ ആൽബർട്ടോ നൊഗുവേരയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന നൊഗുവേരയെ തളയ്ക്കുക എന്നതാവും മോഹൻ ബഗാന്റെ അപ്പൂയയുടെ ചലഞ്ച്. അപ്പൂയ ഏറ്റവും അധികം ടാക്കിളുകൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് ഈ സീസണിൽ. അതുമാത്രമല്ല, സെമി ഫൈനലിലെ വിജയ ഗോൾ നേടിയതും അപ്പൂയാണ്. മറക്കാനാവില്ല ഈ പോരാട്ടം. ബംഗളൂരു FCയുടെ ആക്രമണങ്ങൾ ഏറ്റവും അധികം ക്രോസുകളിലൂടെയാണ്. ഈ സീസണിൽ ഏറ്റവും അധികം ക്രോസുകൾ നേടിയ ടീമിനെ മുന്നിൽ നയിക്കുന്നത് റയാൻ വില്യംസ് ആണ്. റയാൻ വില്യംസിന്റെ ക്രോസുകൾ തടുക്കുക എന്നുള്ളതാവും മോഹൻ ബഗാൻ നായകൻ സുബശിഷ് ബോസിന്റെ ഉത്തരവാദിത്വം. ടാക്കിളുകളിലും ഇന്റർസെപ്ഷനുകളിലും ഫൈനൽ തേർഡ് എൻട്രിയിലുമെല്ലാം ടോപ്പ് 5 നിൽക്കുന്ന താരമാണ് സുബശിഷ് ബോസ്. നായകൻ ബോസ് റയാൻ വില്യംസിനെ പൂട്ടിയാൽ മോഹൻ ബഗാന് കാര്യങ്ങൾ എളുപ്പമാവും. ഈ 3 പോരാട്ടങ്ങളിൽ ആര് മേൽക്കോയ്മ നേടും എന്നുള്ളത് മത്സരഫലത്തിൽ പ്രാധാന്യമേറെയാണ്. അതുപോലെ തന്നെ സൂപ്പർ സബുകളെയും മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഈ 2 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോളുകൾ നേടിയ ദിമിത്രിയോസ് പെട്രട്ടോസും സുനിൽ ഛേത്രിയും ബെഞ്ചിൽ നിന്ന് തുടങ്ങാനാണ് സാധ്യത. അപ്പോൾ പകരക്കാരനായി വന്ന് വീണ്ടും കളി മാറ്റുമോ അവർ?